ഇനി കേരളത്തിന്റെ പൊതുവെ കൂട്ടലും വീഴിക്കലും കാര്യമായി നടക്കുന്നുണ്ട്. കൂട്ടി അക്കങ്ങൾ തേഞ്ഞു തുടങ്ങി. ദീപക് ധർമ്മടം തത്സമയം ചേരുന്നു കോഴിക്കോടുന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്. കിഴിക്കൽ എവിടെ വരെയായി? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കൂട്ടിക്കിഴിക്കലുകൾ തന്നെയാണ് എല്ലാ മുന്നണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഭരണം നിലനിർത്തണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പഴയ സ്ഥാനാർത്ഥിയുടെ മുൻപിലാണ്. എസ് കെ എനും പ്രേക്ഷകരൊക്കെ കാണുന്നുണ്ട്. എസ് കെ പൊറ്റക്കാടാണ്. എസ് കെ പൊറ്റക്കാട് പണ്ട് മത്സരിച്ച് ഒരു പ്രാവശ്യം ജയിക്കുകയും 2 പ്രാവശ്യം തോൽക്കുകയും ചെയ്ത ഒരു സ്ഥാനാർത്ഥിയാണ്. എസ് കെ പൊറ്റക്കാട് വി ആർ കൃഷ്ണയ്യരോട് മത്സരിച്ചിട്ടുണ്ട്, ഇബ്രാഹിം സുലൈമാൻ സേട്ടിനോട് മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിക്ക് മുൻപിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ പ്രവചനാതീതമായ സാഹചര്യമാണ് പല മണ്ഡലങ്ങളിലും എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ മുന്നണികൾ തന്നെ ഈ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അവരുമായി രഹസ്യമായി സംസാരിക്കുമ്പോൾ അവരെല്ലാം തന്നെ കണക്കുകൂട്ടലുകൾ പിഴക്കുമോ എന്ന ആശങ്കയിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ നടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് എല്ലാ തലത്തിലും എല്ലായിടത്തും നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. അതായത് ഒരു വലിയ രീതിയിലുള്ള മുസ്ലിം വോട്ട് ക്രോഡീകരണം UDF അനുകൂലമായി പാൻ കേരള നടന്നു എന്നുള്ളതാണ് UDF കരുതുന്നത്. ആ രീതിയിലാണ് അവരുടെ ആത്മവിശ്വാസ പ്രകടനങ്ങൾ. സർവേകൾ പലതും അങ്ങനെ കാണുന്നുമുണ്ട്. പക്ഷേ എന്നാൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ദിവസം 30-ലേറെ ബൂത്തുകളിൽ യാത്ര ചെയ്തിരുന്നു. അത് കാസർഗോഡ് അതിർത്തിയായ കല്യാശ്ശേരി മണ്ഡലം, കാസർഗോഡ് പാർലമെൻ്ററി മണ്ഡലത്തിൽ പെടുന്നതാണ് നിയമസഭാ മണ്ഡലം കല്യാശ്ശേരി. ആ കല്യാശ്ശേരി മുതൽ ഇങ്ങ് ബേപ്പൂർ വരെയുള്ള മണ്ഡലങ്ങളിൽ യാത്ര ചെയ്തിരുന്നു. ആ മണ്ഡലങ്ങളിലെല്ലാം യാത്ര ചെയ്ത സമയത്ത് അത്തരത്തിലുള്ള ഒരു വലിയ തരംഗം എവിടെയും കണ്ടിട്ടില്ല എസ് കെ എൻ. അതുകൊണ്ട് തന്നെ വിധി പ്രവചനാതീതമാണ്. ഏതെങ്കിലും രീതിയിൽ വലിയ മേൽക്കൈയോടുകൂടി ഒരു 10-ൻ്റെയും 15-ൻ്റെയും ലീഡോടുകൂടി ഒരു ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. അതായത് നെക്കായിരിക്കും ഫൈറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇക്കുറി BJP അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടിലും സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ടിലും BJP അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ്. ഭരണ തുടർച്ചയാണ് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതും ഒരു 3 സീറ്റ് മുതൽ 5 സീറ്റ് വരെ. അതായത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തോടു കൂടിയുള്ള ഭരണ തുടർച്ച ഇടതുമുന്നണിക്കുണ്ടാകില്ല. എന്നാൽ അതേ സമയത്ത് UDFന് ഭരണം കിട്ടുകയാണെങ്കിൽ അതൊരു 5 മുതൽ 10 വരെയുള്ള സീറ്റിനിടയിലായിരിക്കും എന്നും കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഞാൻ പറഞ്ഞ വിധി പ്രവചനാതീതമാണ് എന്നുള്ളതാണ്. രഹസ്യമായി സംസാരിക്കുമ്പോൾ 3 മുന്നണി നേതാക്കളും ഞാൻ 3 പാർട്ടിയുടെയും സംസ്ഥാന ചീഫ്മാരോട്, അതായത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഇവരോടെല്ലാം തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ക്യാമറയ്ക്ക് മുൻപിലല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു. അവരെല്ലാം തന്നെ പ്രകടിപ്പിക്കുന്നത് ആത്മവിശ്വാസമാണ് പരസ്യമായെങ്കിലും അവർ കണക്കുകൂട്ടലുകൾ ഇക്കുറി പ്രവചനാതീതമാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. CPIMനെ സംബന്ധിച്ചിടത്തോളം ഈ ബൂത്ത് സെക്രട്ടറിമാർ നൽകിയൊരു കണക്കുണ്ട്. ആ കണക്കെന്ന് പറഞ്ഞാൽ SKN വീടുകൾ തിരിച്ച് വീടുകളിലെ വോട്ടർമാരെ തിരിച്ചുള്ള കണക്കുകൂട്ടലാണ്. പക്ഷേ പഴയതുപോലെ അത് ശരിയാവില്ല എന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റും. പക്ഷേ എന്നാലും അവർ പരമാവധി കുറച്ചാണ് കണക്ക് കൂട്ടിയത്. ആ കണക്ക് കൂട്ടലുകൾ ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയപ്പോൾ 77 സീറ്റ് ഇടതുമുന്നണിക്ക് കിട്ടുമെന്നുള്ളതാണ് അവരുടെ കണക്ക്. കോൺഗ്രസ് ആണെങ്കിൽ ഞാൻ രമേശ് ചെന്നിത്തലയായി സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് എന്തായാലും ഒരു 80 സീറ്റിന് മുകളിൽ കിട്ടും എന്നുള്ളതാണ്. ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ 2 രീതിയിൽ, അതായത് മുസ്ലിം ന്യൂനപക്ഷ കൺസോൾട്ടേഷനും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ. പ്രത്യേകിച്ചും ഈ ഏറ്റവും ഒടുവിൽ FCRA വിവാദം തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലാണ് വന്നത്. അത് കോൺഗ്രസിന് അനുകൂലമായി UDFന് അനുകൂലമായി ക്രിസ്ത്യൻ വോട്ടിൻ്റെ പോളറൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. അങ്ങനെ നോക്കുമ്പോൾ വിവിധ ഘടകങ്ങൾ ഇതിൽ അനുമാനമായി എടുത്താൽ പോലും വിധിയിൽ വലിയ രീതിയിലുള്ള ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകില്ല. നെക്ക് വിജയമായിരിക്കും. ഇടതുമുന്നണി ഭരണ തുടർച്ചയായാലും അതുപോലെ UDFൻ്റെ ഭരണമാറ്റമായാലും ഉണ്ടാവുക. പക്ഷേ BJP ഇക്കുറി അക്കൗണ്ട് തുറക്കുമെന്ന് കേന്ദ്ര ഇൻ്റലിജൻസും സംസ്ഥാന ഇൻ്റലിജൻസും കൃത്യമായി പറയുന്നു. അതിൽ നിയമമായിരിക്കും ട്രബിൾ ഷൂട്ടർ എന്നുകൂടി കേന്ദ്ര ഇൻ്റലിജൻസ് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഒരു സീറ്റ് ആയിരിക്കില്ല എന്നാണ് IBയുടെ റിപ്പോർട്ട്. 1-ലേറെ സീറ്റോടുകൂടി BJP അക്കൗണ്ട് കേരളത്തിൽ വീണ്ടും തുറക്കും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ IB പറയുന്നത് സംസ്ഥാന ഭരണ തുടർച്ച ഉണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയന് ആ രീതിയിലുള്ള മാൻഡേറ്റ് ഇപ്പോഴും രഹസ്യമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് SKN. ഓക്കെ, ദീപക് ധർമ്മടമാണ് വിവരങ്ങളുമായി ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.